കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസും ഫോക്കൽ ലെങ്തും പറഞ്ഞു. അതിന്റെ മുമ്പിലത്തെ ക്ലാസ്സിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും, രണ്ട് ലെങ്തുകളാണ്, അത് തമ്മിൽ വല്ല ബന്ധമുണ്ടോ, അത് ഉണ്ടെങ്കിൽ അതൊന്ന് പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മള് അത് പ്രൂവ് ചെയ്യാൻ നോക്കുമ്പോ ബന്ധം എന്താണെന്ന് ആ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് ആദ്യം നമ്മള് ഒരു കോൺകേവ് മിററിനെ തന്നെ ആദ്യം നോക്കാം. കോൺകേവ് മിററിനെ നോക്കുമ്പോൾ ഞാനൊരു കോൺകേവ് മിറർ വരയ്ക്കണം. ആദ്യം നമ്മൾ പ്രൊട്രാക്ടറില് കോമ്പസില് ഒരു ഫിക്സഡ് 10 സെന്റിമീറ്റർ എത്രയോ എടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് എവിടെ നമ്മൾ കോമ്പസ് കുത്തണോ അവിടെ നമ്മള് സി എന്ന് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് കോൺകേവ് മിററാന്ന് കാണിക്കാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇതിന്റെ ജോമെട്രിക്കൽ സെന്റർ പോളായിട്ട് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു. ഞാൻ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോ ഇതില് എന്നിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു ഒരു പാരലൽ റേ വന്നു വീഴുന്നതായിട്ട് സങ്കല്പിക്കുക. ഇതിലൊരു പാരലൽ റേ പാരലൽ ആൻഡ് ക്ലോസ് ടു പ്രിൻസിപ്പൽ ആക്സിസ് വന്നു വീഴുന്നതായിട്ട് സങ്കല്പിക്കും, എടുക്കണം. അപ്പൊ വന്നു വീഴുന്നു എന്ന് കാണിക്കാൻ ഞാൻ ആരോ മാർക്ക് ഇട്ടു. ഇങ്ങടാണ് പറഞ്ഞത്. ഇനി പറഞ്ഞത് അത് റിഫ്ലക്ഷന് ശേഷം മിററിന് റിഫ്ലക്ട് ചെയ്താൽ that will pass through focus on the principal axis എന്ന് പറയണ്ടേ. that will pass through focus. ഇങ്ങനെ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത്, അത് കടന്നു പോകുന്ന പോയിന്റ്, ദാറ്റ് ഈസ് ഫോക്കസ്. അപ്പൊ ഇവിടെ നമുക്കറിയാം പി സി എന്ന് പറയുന്ന ലെങ്ത് 6 ആണ്. ആൻഡ് പി എഫ് എന്ന് പറയുന്ന ലെങ്ത് ഫോക്കൽ ലെങ്തും ആണ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പോൾ ടു ഫോക്കസ് ആണ് ഫോക്കൽ ലെങ്ത്. ഇത് തമ്മിലുള്ള ഒരു വല്ല റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഇനി നോക്കണം. നോക്കൂ, ഞാൻ ഇവിടെ നോർമൽ വരയ്ക്കാച്ചാൽ that normal will pass through C. ആ നോർമല് സി കൂടെ കടന്നു പോകും. ഞാൻ ഈ റേക്ക് എയോ എന്ന് പേര് കൊടുത്തു, ഇൻസിഡന്റ് റേ. എന്നിട്ട് അത് ഇങ്ങനെ പോണു. ഓക്കെ, സോ എയോ ബി ദ ഇൻസിഡന്റ് റേ, ഒ എഫ് ബി ആ റേ പിന്നെ റിഫ്ലക്ട് ചെയ്തു. അപ്പൊ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി, ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആ. ഇനി നോക്കാം നോക്കൂ, ഈ ട്രയാങ്കിളില് ആംഗിൾ എ ഒ സി, ഏതാ എ ഒ സി? അത് ഐ അല്ലേ? ആംഗിൾ എ ഒ സി ഐ അല്ലേ? ഈക്വൽസ് എനിക്ക് എഴുതാം ആംഗിൾ സി ഒ എഫ്. എന്താ കാരണം? ഐ ഈക്വൽ ടു ആർ. ഇതിന്റെ റീസൺ എന്താ? ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇനി നോക്കാം, ഈ എയോ എന്ന് പറയുന്നതും സി പിയും പാരലൽ ആണ്. എയോ എന്ന് പറയുന്ന റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് വരണേ. പാരലായിട്ട് വന്നാലേ അത് ഫോക്കസിൽ കൂടെ കടന്നു പോകുള്ളൂ. അപ്പൊ അത് പാരലലാണ്. ആ പാരലായിട്ടുള്ള ഏത് എയോ പി സിയും പാരലാണ്. അതിനെ സിഒ എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ കട്ട് ചെയ്യുമ്പോ
അവിടെ ഉണ്ടാവുന്ന ഇന്റീരിയർ ആംഗിൾസ് ഏതാ? ഇന്റീരിയർ ആംഗിൾസ് ആംഗിൾ AOC, ആംഗിൾ OCF, ആംഗിൾ OCF. നോക്കൂ, ഏതാ OCF? അതായത് ഇങ്ങനെ രണ്ട് പാരലൽ രേഖകളെ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോ ഈ ആംഗിളും തുല്യമാവും. അതിനെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. ഏത്? AOC ഈക്വൽസ് OCF. എന്താ കാരണം? ജോമെട്രി. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഈ പാരലൽ ലൈൻസിനെ AO പാരലൽ CP ആണ്. അതിനെ OC എന്ന് പറഞ്ഞുള്ള ലൈൻ കട്ട് ചെയ്യാണ്. അപ്പൊ ഈ ആംഗിളും സെയിം ആയേ പറ്റൂ. അങ്ങനെ വരുമ്പോ ഈ രണ്ട് ഇക്വേഷനും നോക്കാം. ഏത്? ഒരെണ്ണം ഏതാ? ആംഗിൾ AOC ഈക്വൽസ് ആംഗിൾ COF. പിന്നെന്താ അടുത്ത ഇക്വേഷൻ? ആംഗിൾ AOC ഈക്വൽസ് ആംഗിൾ OCF. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്, അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആയേ പറ്റൂ. ആംഗിൾ therefore ആംഗിൾ COF ഈക്വൽസ് ആംഗിൾ OCF. ശരിയാണോ? ഈ ആംഗിളും സെയിം ആണ്. അങ്ങനെ രണ്ട് ആംഗിൾ സെയിം ആയാൽ ആ ട്രയാങ്കിളിനെ, രണ്ട് ആംഗിൾ സെയിം ആയിട്ടുള്ള ട്രയാങ്കിളിനെ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാം. therefore ട്രയാങ്കിൾ OCF is ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഐസോസെലസ് ആണെങ്കിൽ രണ്ട് ആംഗിൾസ് സെയിം ആണെങ്കിൽ ആ സൈഡ്സും സെയിം ആയിരിക്കും, കറസ്പോണ്ടിങ് സൈഡ്സ്. therefore I can write CF equals FO എന്ന്. CF equals FO. right? CF equals FO. നോക്കൂ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഇത്ര വരച്ചു വെച്ചാലും ഒരു മിററിന്റെ സൈസ്, ഒരു കോൺകേവ് മിററിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ, അപ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും ഉണ്ടാവുള്ളൂ. നിങ്ങൾ ലാബിൽ ചെയ്യണത് എന്ന് വെച്ചാൽ ഇത്രയും ഉണ്ടാവുള്ളൂ എന്നുള്ള സൈസ്. ശരിക്കും ഇതിനെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്ക് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയാക്കിയിട്ട് വരച്ചാണ്. അപ്പൊ ഇതിലാണ് പാരലായിട്ട് വന്നു വീഴുന്നതെന്ന് നിൽക്കുക. ഇങ്ങനെ വന്നു വീണു, ഇതിങ്ങനെയും വന്നു. അങ്ങനെ വരുമ്പോ ഈ FO എന്ന് പറയുന്ന ലെങ്ത്, ഇത് വളരെ പടക്കി ക്ലോസ് ആയിട്ട് കിടന്ന FO എന്ന് പറയുന്ന ലെങ്തും PF എന്ന് പറയുന്ന ലെങ്തും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഫോർ പരാക്സിയൽ റേസ്, പ്രിൻസിപ്പൽ ആക്സിസിന് അപ്പുറത്തും കിടക്കുന്ന റേസിന് FO അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു PF. വേറെ രീതി പറഞ്ഞ ഈ O എന്നുള്ള പോയിന്റ് ഇവിടെ തൊട്ടട്ടാ കിടക്കുക. അങ്ങനെ വരുമ്പോ FO അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു PF. അതായത് CF ഈക്വൽസ് PF. അപ്പൊ ഇതിന്റെ അറ്റങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? therefore CF ഈക്വൽസ് PF. CF ഉം PF ഉം ഈക്വൽ ആണ്. or F is the midpoint of PC. ഇനി PF എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ സ്മോൾ f ആണ്, PC എന്ന് പറയുന്നത് R ആണ്. അപ്പൊ ഈ ലെങ്ത്തിന്റെ ഒത്ത നടുക്ക് ഇത് വന്ന PF എന്ന് പറയുന്നത് ഈ ആറിന്റെ PC-യുടെ പകുതിയായിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് R ഈക്വൽസ് 2F. Radius of curvature equals twice the focal length. Radius of curvature equals twice the focal length. ഇതേ റിലേഷൻ നമുക്ക് കോൺവെക്സ് മിററിനും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വന്നു, ഇങ്ങോട്ട് പോയി, ഇവിടെ ഇത് വരയ്ക്കുക, നോർമൽ വരയ്ക്കുക, ഇത് ഇങ്ങോട്ട് ഇതാവുക, ഇത് ഫോക്കസ്, ഇത് സെന്റർ ഓഫ് കർവേച്ചർ. അവിടെ ഈ ആംഗിളും ഈ ആംഗിൾ ഓപ്പോസിറ്റ് സെയിം ആവും. അങ്ങനെ വരുമ്പോ ഇവിടെ ഇതിന് O എന്ന് കൊടുത്താൽ ഇവിടെയും ഈ OCF ഐസോസെലസ് എന്ന് കിട്ടും. ഈ അപ്രോക്സിമേഷൻ കൊണ്ടുവന്നാൽ we can prove that R equal to 2F for convex mirror also. അപ്പൊ കോൺവെക്സ് മിററിനും കോൺകേവ് മിററിനും
ഫോക്കൽ ലെങ്ത് ഈക്വൽസ് radius of curvature by 2 or radius of curvature equals twice the focal length. Radius of curvature equals twice the focal length. ഇതാണ് ഇത് തമ്മിലുള്ള റിലേഷൻ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ആ മേഖലയിൽ കിടക്കാം. ഇപ്പം ഇതില് ഈ പ്രൂഫ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പ്രൂഫ് ഇവിടെ ഇതാവുന്നു. ഇനി നോക്കാം, ഇവിടെ പാരലൽ ബീം വന്നു വീണാൽ, ഇങ്ങനെ വന്നു വീണാൽ that will pass through focus എന്നാണ് പറഞ്ഞപ്പോൾ. എല്ലാം ഒരു പോയിന്റില് ഫോക്കസിൽ കൂടെ കടന്നു പോകും എന്ന് പറഞ്ഞു. റൈറ്റ്? വന്നു വീണാൽ പാരലൽ ബീം ഒരു സ്പെരിക്കൽ മിററിൽ വന്നു വീണാൽ അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഫോക്കസിൽ ആക്ച്വൽ ആയിട്ട് മീറ്റ് ചെയ്യും. കോൺകേവ് തിരിച്ച് ഈ ഫോക്കസിൽ ഞാൻ ഒരു ബൾബിന്റെ ഫിലമെന്റ് എക്സാക്ട് ആയിട്ട് ഇരിക്കുന്നു. ഫോക്കസിലാണ് ബൾബിന്റെ ഫിലമെന്റ്, വളരെ ചെറിയൊരു ഫിലമെന്റ്, പോയിന്റ് ഫിലമെന്റ് എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ ബൾബ് കത്തിക്കുമ്പോ ഇതിന്ന് റേസ് ഇങ്ങടല്ലേ പുറപ്പെടുക? പിന്നെ റേസ് ഇങ്ങനെ പുറപ്പെടില്ലേ? ഇതിന്ന് ചെന്ന് തട്ടിയാൽ പിന്നെ അത് എങ്ങനെ പോരും? ഈ വന്നു വീഴുന്ന അതിന്ന് ഈ ഇവിടെ എന്താണ്ടായിപ്പോ ഫോക്കസിൽ നമ്മളൊരു ഫിലമെന്റ് വെച്ച് അല്ലെങ്കിൽ ഒരു ലൂമിനസ് സോഴ്സ് വെച്ചിട്ട് ലൈറ്റ് അതിൽ എമിറ്റ് ചെയ്യാം. ആ ലൈറ്റ് റേസ് അപ്പോ മിററിൽ ചെന്ന് വീണ് അത് റിഫ്ലക്ട് ചെയ്യുമ്പോ അതെങ്ങനെയായിട്ടാ വരിക? പാരലലായിട്ട് ഈ മിററിന് ഇങ്ങടാ പോവുക. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങടെ എമർജ് ചെയ്തു, ഇവിടെ ചെന്ന് തട്ടി, ഇങ്ങനെ. അതായത് പാരലായിട്ടുള്ള റേസ് എവിടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേസ് ഫോക്കസിൽ കൺവെർജ് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. തിരിച്ച് ഫോക്കസ് റേസ് എമർജ് ചെയ്ത് കഴിഞ്ഞാൽ മിററിന് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? പാരലായിട്ട് പോകും. ഇതാണ് കാറിന്റെ ഒക്കെ ഹെഡ്ലൈറ്റില്. ശരിക്കും അത് സ്പെരിക്കൽ മിറർ അല്ല, പരാബോളിക് മിററാ. പരാബോളിക് ആവുമ്പോഴേ എക്സാക്ട് ഇതിൽ ഞാൻ ഒന്ന് പറയണ്ടായി, മാർജിനൽ റേസ് ചിലപ്പോ ഒരേ ഫോക്കസിലേക്ക് വന്നോളണമെന്നില്ല. നേരെ മറിച്ച് ഈ സർഫസ് ഇങ്ങനെ ഒരു പരാബോളിക് സർഫസ് ആണെങ്കിൽ അതിന്റെ ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് റേസും ഒറ്റ ഫോക്കസിലേ വരും. അപ്പം കാറിന്റെ ഒക്കെ ഹെഡ്ലൈറ്റിന്റെ റിഫ്ലക്ടർ ശരിക്ക് ഒരു പരാബോളിക് ഷേപ്പാ വരിക. അതിന്റെ ഫോക്കസിലാണ് ആ ബൾബിന്റെ ഫിലമെന്റ് ഇരിക്കുക. അതിന്ന് പുറപ്പെടുന്ന റേസ് ഇതുമ്മ ചെന്ന് തട്ടിയിട്ട് പിന്നെ അത് സ്ട്രെയിറ്റ് ആയിട്ടാ പോവുക, പാരലായിട്ടാ പോവുക, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ. ഇവിടെ പറയുന്ന തത്വം ഇതാണ്, പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. എന്ത് ഈ റിവേഴ്സിബിലിറ്റി? തിരിച്ചെടുക്കാം. ഇപ്പം എ എന്നുള്ള പോയിന്റിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചു, എന്നിട്ട് അതൊരു റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിഞ്ഞിട്ട് ബി എന്നുള്ളടത്ത് നമുക്ക് ഇമേജ് കിട്ടിയിരിക്കാം. എ എന്നുള്ളടത്ത് ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഇവിടെ എന്തോ റിഫ്ലക്ഷൻ കഴിഞ്ഞ് ബിയിൽ ഇമേജ് കിട്ടിയ, തിരിച്ച് ബിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എയിൽ ഇമേജ് കിട്ടിയിരിക്കും. എയിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു റിഫ്ലക്ഷൻ ശേഷം ബിയിൽ ഇമേജ് കിട്ടിയാൽ തിരിച്ച് ബിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ റിഫ്ലക്ഷന് ശേഷം എയിൽ ഇമേജ് കിട്ടിയിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ്. തിരിച്ചെടുക്കാൻ പറ്റും. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് പുറപ്പെടുന്ന റേസ് ഇന്നോടത്ത് കൺവേർട്ട് ചെയ്തിട്ട് ഇമേജ് കിട്ടിയ ഇമേജില് ഒബ്ജക്റ്റ് കൊണ്ടുവച്ചാൽ നേരത്തെ ഒബ്ജക്റ്റ് വെച്ചോടത്ത് ഇമേജും കിട്ടും. പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. ഇത് പരീക്ഷയ്ക്ക് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ചോദിക്കില്ല. പക്ഷെ ഈ തത്വം ഉള്ളിൽ നന്നായിട്ട് ഉറച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഓപ്റ്റിക്സ് പഠിക്കാൻ വളരെ ഈസിയാണ്. ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അതായത് പാരലായിട്ട് വരുന്ന റേസ് ഫോക്കസിൽ കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്ന റേസ് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരലായിട്ട് പോകുന്നു. ഈ ഒരു പോയിന്റ് കൂടി നമുക്ക് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് മിററിൽ, അത് ജോമെട്രിക്കലായിട്ട് ഞാൻ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ.